പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമായ മതമാണ്. ഇസ്ലാമിലേക്ക് ഒന്നും തന്നെ കടത്തിക്കൂട്ടേണ്ട ആവശ്യമില്ല. യുവാക്കളെ കുറിച്ച് ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട് പരിശുദ്ധമാകുന്ന ഖുർആനിലൂടെയും. തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുവചനത്തിലൂടെയും ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കൾക്ക് സത്യത്തിൽ എന്താണ് പറ്റിയത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഇന്നത്തെ യുവാക്കൾക്ക് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടവർ സ്വന്തം ഉപ്പയെ മറക്കുന്നു, സ്വന്തം ഉമ്മയെ മറക്കുന്നു, കുടുംബങ്ങളെ മറക്കുന്നു? എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ജീവിതത്തിന് അടിമപ്പെടാനുള്ള കാരണം? മറ്റൊന്നുമല്ല, അവർ സമ്പത്തിനെ വല്ലാതെ മോഹിച്ചത് തന്നെയാണ്. സമ്പത്തിനെ വല്ലാതെ അമിതമായി കണ്ടു. സമ്പത്തിനോടുള്ള അമിതമായ ഭ്രമം, അതിനോടുള്ള വല്ലാത്ത കമ്മിറ്റ്മെന്റ്, പരിധിവിട്ട പ്രതിബദ്ധത ഇന്നത്തെ യുവ സമൂഹങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തെ കിറാമിന് ഒരു ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുക. ആ ചരിത്രം ഇങ്ങനെയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനോടൊപ്പം ഒരു മനുഷ്യൻ സഹവസിക്കുന്നത് മറ്റൊന്നുമല്ല, ജീവിതം നന്നാക്കാൻ വേണ്ടി പ്രവാചകനോടൊപ്പം കൂടിയാൽ ജീവിതം ഒന്നും കൂടി സുഗമമാകുമല്ലോ. ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. അങ്ങനെ ദുനിയാവും ആഖിറവും സമ്മേളിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഈസാ നബി അലൈഹിസ്സലാമിനോടൊപ്പം സഹവസിച്ചു. ഹദീസിന്റെ വചനങ്ങൾ ഇങ്ങനെയാണ്. സഹിബ റജുലുൻ ബിഈസ ഇബ്നു മറിയം ഫൻതലഖാ ഫൻതഹയാ ഇലാ ശത്തി നഹരിൻ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനോട് ഒരാൾ സഹവസിച്ചു അത്രേ. സഹവസിച്ച വ്യക്തിയുമായിട്ട് ഈസാ നബി അലൈഹിസ്സലാം നടന്നു ചെല്ലുകയാണ്. രണ്ടുപേരും നടന്നു ചെന്നുകൊണ്ട് ഒരു നദിയുടെ തീരത്തെത്തുകയാണ്. ഒരു നദിയുടെ തീരത്തെത്തി, ഓരത്തെ ഫൻതലഖാ ഇലാ ശത്തി നഹരിൻ. ഒരു നദിയുടെ തീരത്തെ ഈസാ നബി അലൈഹിസ്സലാമും ഈ മനുഷ്യനും ചെന്നു അത്രേ. രണ്ടുപേരും കൂടി നടന്നു ഒരു ഓരത്തെ. വമഅഹുമാ സലാസതു അർഗിഫാ. ആ രണ്ട് കൂട്ടരുടെയും കയ്യിലായിട്ട് ആകെയുള്ളത് 3 റൊട്ടി കഷ്ണമാണത്രേ. 3 റൊട്ടി കഷ്ണമാണ് കഴിക്കാനുള്ളത് കയ്യിൽ, ആകെ കയ്യിലുള്ള. فأكلا رغيفين. ഈസാ നബി അലൈഹിസ്സലാമും കൂടെ സഹവസിച്ച വ്യക്തിയും രണ്ടാളുകളും ആ 3 റൊട്ടിയിൽ നിന്ന് 2 എണ്ണം കഴിച്ചുമത്രേ. 2 റൊട്ടി നല്ലതുപോലെ കഴിച്ചു. വബഖിയ റഗീഫത്തുൻ വാഹിദ. മിച്ചം 1 റൊട്ടി വന്നു അത്രേ. 3 റൊട്ടിയുണ്ട്. ആ 3 റൊട്ടിയിൽ നിന്ന് 2 എണ്ണം രണ്ടുപേരും കൂടി കഴിച്ചു. 2 ഹുബൂസ് കഴിച്ചു. രണ്ടുപേരും വിശപ്പടക്കി. 1 എണ്ണം മിച്ചം. ഈസാ നബി അലൈഹിസ്സലാം ഉടനെ തന്നെ തൊട്ടടുത്ത് കാണുന്നതായ നദിയുടെ തീരത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് വായിൽ വെള്ളം കയറ്റി കൊപ്പിളിച്ചു. എന്നിട്ട് അവിടുന്ന് അല്പം ഫശരിബൽ മാഅ ഖലീല, അല്പം വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വന്നു. ഫറജഅ. ഈസാ നബി അലൈഹിസ്സലാം ഏതൊരു കൂട്ടുകാരനാണോ തന്നോട് സഹവസിക്കാൻ വന്നത്, ആ മനുഷ്യന്റെ ചാരത്തേക്ക് വന്നപ്പോ ഫലം യജിദ് റഗീഫത്തൽ ബാഖിയ. മിച്ചമുണ്ടായ 1 റൊട്ടി അവിടെ കാണാനില്ല. മിച്ചമുണ്ടായിരുന്ന 1 റൊട്ടി കാണുന്നില്ല. ഫസഅല ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് ചോദിച്ചു അത്രേ, ഐന റഗീഫത്തൽ ബാഖിയ. മിച്ചമുണ്ടായിരുന്ന റൊട്ടി എവിടെ? ഇതെന്താ ഉസ്താദ് യുവാക്കളുടെ കഥ പറയാൻ വന്നിട്ട് ഇവിടെ എന്തോ റൊട്ടിക്കഥയൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ അല്ലേ? അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കണ്ട. വിഷയം വരുന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഐന റഗീഫ. റൊട്ടി എവിടെയെന്ന് ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. ഈ മനുഷ്യൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നു. ഫഖാല ലാ ദിരി. എനിക്കറിയൂല ഈസാ.
ഈസാ നബി അലൈഹിസ്സലാമിനോട് ഈ മനുഷ്യൻ കളവ് പറയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ വലിയ ജലാശയത്തിന്റെ കുറുകെ ഒരു പാലമില്ലാതെ, ഒരു വള്ളമില്ലാതെ, ഒരു കപ്പലിന്റെ സഹായമില്ലാതെ ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പാറപ്പുറത്ത് നടക്കുന്ന സ്പീഡിൽ നടക്കുകയാണ്. ആ വലിയ ജലാശയത്തിന്റെ കുറുകെ നടന്നിട്ട് അപ്പുറത്തെത്തിയിട്ട് ഈസാ നബി മനുഷ്യനോട് ചോദിക്കുന്നു, അസ്അലുക ബില്ലദീ അറാക ഹാദിഹിൽ ആയ മൻ അഖദ റഗീഫ മൻ അഖദ റഗീഫ മൻ അഖദ റഗീഫ. ഈ കാണുന്ന വലിയ ദൃഷ്ടാന്തത്തെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഈ കാണുന്ന വലിയ ജലാശയത്തിന്റെ കുറുകെ ഒരു വള്ളത്തിന്റെ സഹായമില്ലാതെ, ഒരു പാലത്തിന്റെ സഹായമില്ലാതെ, ഒരു കപ്പലിന്റെ സഹായമില്ലാതെ, ഒരു മരത്തോണി പോലുമില്ലാതെ, ഒരു മരപ്പലക പോലുമില്ലാതെ ഈ വലിയ ജലാശയത്തിന്റെ കുറുകെ നിന്നെ ഞാൻ കടത്തിയല്ലോ. ഇത് അല്ലാഹു എന്ന ജഗന്നിയന്താവ് എനിക്ക് കഴിയ അമാനുഷികമായ കഴിവുകൊണ്ടാ, എനിക്ക് നൽകിയ മുഅ്ജിസത്തിന്റെ കഴിവുകൊണ്ടാണ്. ഈ കഴിവിനെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഐനർ റഗീഫ, റൊട്ടി എവിടെ മോനെ? സത്യം പറയണേ, സത്യം പറയണേ. ഫഖാല, ഈ മനുഷ്യൻ അപ്പോഴും പറഞ്ഞു അത്രേ, ലാ അദിരി, എനിക്കറിയൂല ഈസാ, എനിക്കറിയൂല. ഈ മനുഷ്യൻ അപ്പോഴും കളവ് പറയാ. ചെറുപ്പക്കാരനായ വ്യക്തിയാ, ചെറുപ്പക്കാരനായ വ്യക്തി നന്നാവാൻ വേണ്ടി കൂടിയതാ. ചെറുപ്പക്കാരനായ ഈ മനുഷ്യൻ കളവ് പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം കൈക്ക് പിടിച്ചു, അഖദ ബിയദിഹി, കൈക്ക് പിടിച്ചിട്ട് നടക്കുകയാണ്. വലിയ ഘോര വനത്തിലേക്ക് കയറി. ആ വനത്തിൽ സിംഹങ്ങളുണ്ട്, പുലിയുണ്ട്, പുള്ളിമാനുകളുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം നല്ല കൗതുകമുള്ള സുന്ദരിയായ ഒരു പുള്ളിമാനിനെ കൈമാടി വിളിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം വിളിച്ചാൽ ചെല്ലാതിരിക്കാൻ പറ്റുമോ? പ്രവാചകനല്ലയോ വിളിക്കുന്നത്? അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവാചകനല്ലയോ? അതുകൊണ്ടല്ലയോ പടച്ചറപ്പിന്റെ സവിധത്തിലേക്ക് ശത്രുപക്ഷം കൊല്ലാമെന്നപ്പോ വിളിച്ചത്. ഇനി നാളെ ദമസ്കസിന്റെ വെള്ളമിനാരങ്ങൾക്കിടയിൽ രണ്ട് മലക്കുകളുടെ തോളിലായിട്ട് ഇറങ്ങി വരുന്ന പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാം ആ ഘോരവനത്തിൽ കണ്ടതായ പുള്ളിമാനിനെ വിളിക്കുന്നു. ഓടി അടുത്തേക്ക് വന്ന പുള്ളിമാനിനെ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ബിസ്മി ചൊല്ലി അറക്കുകയാണ്. ബിസ്മി ചൊല്ലി അതിനെ അറുത്തു. എന്നിട്ട് അതിനെ തോല് തൊളിച്ചിട്ട് രണ്ടാളുകളും കൂടി അതിനെ കഴിച്ചു, ഭുജിച്ചു, പൊരിച്ചു കഴിച്ചു, ചുട്ട് കഴിച്ചു. കഴിച്ചതിന് ശേഷം ആ എല്ലുകളെല്ലാം കൂടി കൂട്ടി വെച്ചു. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യനോട് പറഞ്ഞു, എല്ലാം കൂട്ടി വെച്ചതിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാം ആ എല്ലുകളോട് പറയുകയാണ്, വിരുമ്പിപ്പോയതായ മാൻപേടയോട് പറയുകയാണ്, എല്ലും കഷ്ണത്തോട് പറയുകയാ, കുൻ ബിഇദ്നില്ലാ, കുൻ ബിഇദ്നില്ലാ. അള്ളാഹുവിന്റെ വേണ്ടുകയോടുകൂടി, പടച്ചറപ്പിന്റെതായ വേണ്ടുകയോടുകൂടി എണീക്കണേ, നീ എണീക്കണേ. ആകാശത്തിന്റെ ദർബാറിലേക്ക്, പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ദുആ ചെയ്യുകയാ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഈ ഒരൊറ്റ വർത്തമാനം കേട്ടപ്പോൾ തന്നെ എല്ലുകളിലേക്ക് മാംസം വരുകയാണ്. ആ മാംസത്തിലേക്ക് ചർമ്മം പൊതിയുകയാണ്. പുള്ളിമാൻ പഴയ രൂപത്തിൽ തന്നെ വരികയാണ്. ഈസാ നബി അലൈഹിസ്സലാം നോക്കി നിൽക്കേ, കൂടെയുള്ള മനുഷ്യൻ അത്ഭുത പരതന്ത്രനായി നോക്കി നിൽക്കേ. മാൻപേടയതാ ആ ഘോരവനത്തിന്റെ ഉള്ളിലേക്ക് തുള്ളിക്കളിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. ജീവനുള്ളതായ പുള്ളിമാനിനെ വിളിച്ചിട്ട് അതിന്റെ ജീവനെടുത്തിട്ട് അതിന്റെ മാംസം ഭുജിച്ചിട്ട് അതിന്റെ എല്ലുകൾ നിന്ന് തിരിച്ചതിന്റെ രൂപത്തിൽ തന്നെ തിരിച്ചു മടക്കിയ ഈസാ നബി അലൈഹിസ്സലാം ഈ ദൃഷ്ടാന്തത്തെ മുൻനിർത്തി ആ മനുഷ്യനോട് ചോദിക്കുകയാ, അസ്അലുക ബില്ലദീ
അറാക ഹാദിൽ ആയാ മൻ അഖദ റഗീഫ. മോനെ, ഈ കാണുന്ന വലിയ ദൃഷ്ടാന്തത്തെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു, മോനെ, നീ എങ്ങനെയാണ് എന്നോട് സത്യം പറയാതിരിക്കുന്നത്? എന്തിനാണ് എന്നോട് സത്യം പറയാതിരിക്കുന്നത്? ആരാണ് റൊട്ടിയെടുത്തത്? സത്യം പറയണേ. ആ മനുഷ്യൻ അപ്പോഴും പറഞ്ഞു, ലാ അദിരി, ലാ അദിരി, എനിക്കറിയൂല ഈസാ, എനിക്കറിയൂല ഈസാ നബിയെ. അപ്പോഴും കളവ് പറയാ. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യന്റെ കൈക്ക് പിടിച്ചിട്ട് വീണ്ടും നടന്നു, വലിയ മരുഭൂമിയിലേക്ക് കടന്നു തന്നു. ആ മരുഭൂമിയിൽ കണ്ടതായ മൺകൂനകൾ എല്ലാം കൂടി കൂട്ടിയിടാൻ ഈ മനുഷ്യനോട് പറയാ. ഈ മനുഷ്യൻ ചോദിച്ചു, എന്തിനേതൊക്കെ, എന്തിനാ ഈ മൺകൂനെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട്? വല്ലാത്ത കാര്യമാണ്. ഈ മണ്ണെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് മരുഭൂമിയിൽ ചുട്ടുപഴുത്ത മണ്ണെല്ലാം കൂടെ കൂട്ടിയിടാൻ പറയാ. ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും പറഞ്ഞു, നീ കൂട്ടിയിട്, കാര്യമുണ്ട്. ഈ ചെറുപ്പക്കാരനായ യുവാവ് സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോ ഈസാ നബി അലൈഹിസ്സലാം ആ വലിയ മൺകൂനയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ വേണ്ടകയോടുകൂടി എത്രയും പെട്ടെന്ന് നീ സ്വർണമാകണേ, എത്രയും പെട്ടെന്ന് നീ സ്വർണമായി മാറണേ. വിഷയത്തിലേക്ക് വരികയാണ്, നമ്മളെ വിഷയത്തിലേക്ക് എത്തി. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വചനത്തോടുകൂടി തന്നെ ആ വലിയ മൺകൂനകൾ മുഴുവനും ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, ഒരു ലഹ്ളത്ത് കൊണ്ട് മുഴുവനും മാറുകയാണ്, സ്വർണമായി പരിണമിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ആ വലിയതായ സ്വർണ്ണയുടെ കൂനത്തിൽ നിന്നുകൊണ്ട്, സ്വർണത്തിന്റെ കൂനയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈസാ നബി മനുഷ്യനോട് പറയുകയാണ്, സുലുസുല്ലി വസുലുസുൽ ലക വസുലുസുൻ ലിമൻ അഖദ റഗീഫ. ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് പറയുകയാണ്, ഈ കാണുന്ന വലിയതായ നിധി കുമ്പാരത്തിന്റെ 1/3 ഭാഗം എനിക്കുള്ളതാണ്, 1/3 ഭാഗം നിനക്കുള്ളതാണ്. വസുലുസുൻ ലിമൻ അഖദ റഗീഫ. മൂന്നാമത്തെ വിഭാഗം, മൂന്നാമത്തെ ഭാഗം അതാർക്കുള്ളതെന്നറിയുമോ? ആരാണോ മിച്ചമുണ്ടായിരുന്ന ഒരു റൊട്ടിയെടുത്തത് അയാൾക്കുള്ളതാണെന്ന് ഈസാ നബി അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്, പറഞ്ഞു തീരണ്ട താമസം ഈ മനുഷ്യൻ ഈസാ നബിയോട് ഉച്ചത്തിൽ പറഞ്ഞു, അന അഖദതു ദാലിക റഗീഫ. ഈസാ നബിയെ, ആ കാണുന്നതായ 3ാമത്തെ റൊട്ടി ഞാനാണ് എടുത്തത്. കാരണം എന്താ? ഈ 3ാമത്തെ സ്വർണത്തിന്റെ ഓഹരിയും കൂടി തനിക്ക് കിട്ടുമെന്ന് മനസ്സിലായി. അല്പം കൂടി ഒന്ന് ഓളിയും കൂട്ടിയാൽ എനിക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. സ്വല്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? കേൾക്കുന്നവർക്ക് സ്വല്പം കൂടി ഓളിയൊന്ന്, സ്വല്പം ആ വെളിയിലെ തൗട്ടൊക്കെ ഒന്ന് ഓഫ് ചെയ്തോ, അപ്പൊ കറക്റ്റ് ആവും. നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുവരെ 3 ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും എന്ത് പറഞ്ഞു? ഞാനല്ല എന്ന് പറഞ്ഞു. റൊട്ടി ഞാനല്ല എടുത്തത്. അവസാനം സ്വർണം കിട്ടുമെന്ന് കണ്ടപ്പോഴത്തേക്കും യുവാവിന്റെ, ചെറുപ്പക്കാരന്റെ അവസ്ഥ മാറുകയാണ്. അവൻ അപ്പോൾ പറഞ്ഞു, അന അഖദതു റഗീഫ, ഞാനാണ് റൊട്ടിയെടുത്തത്. ചിന്തിച്ചു നോക്ക്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇതൊരു യുവാവാണ്, ചെറുപ്പക്കാരനായ വ്യക്തിയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വഹാബത്തെ കിറാമിന് പറഞ്ഞു കൊടുത്ത ചരിത്രമാണ്. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ 23 സംവത്സരങ്ങൾക്കിടയിൽ അവിടുന്ന് ദിനം ഓരോ ദിവസവും തള്ളി നീക്കുന്നത് മൂജസായ കലാമ് പറഞ്ഞിട്ടാണെങ്കിൽ, അഥവാ ചെറിയ വാക്കുകൾ പറഞ്ഞിട്ട് അതിലൂടെ വലിയ അർത്ഥതലങ്ങളുടെ ഒരു ചിന്താമണ്ഡലത്തിലേക്ക് എത്തിക്കുന്ന വചനങ്ങളാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അതിൽ ഈ ചരിത്രം പ്രവാചകൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രത്തിന്റെ പ്രാധാന്യം അത് ചെറുതല്ല, നിസ്സാരമല്ല.
ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കണം നിങ്ങൾ. എന്നിട്ട് ഈ മൂന്ന് വെട്ടവും ഈ മനുഷ്യൻ ഞാനല്ല എന്ന് പറഞ്ഞ ഈ വ്യക്തി അവസാന സ്വർണം കണ്ടപ്പോൾ കണ്ണു മഞ്ഞലിച്ചു. ഈസാ നബി അലൈഹി സ്വലാമിന് അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യമായി പോയി. ദേഷ്യപ്പെടാതിരിക്കോ? കാരണം അതുവരെ വലിയ മാൻപേടയൊക്കെ നുരുമ്പി കണ്ടുകൊണ്ട് എല്ലൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തിട്ടും വിശ്വസിച്ചില്ല. വലിയ ജലാശയത്തിന്റെ കുറുകെ നടത്തി കാണിച്ചു കൊടുത്തു, എന്നിട്ടും വിശ്വസിച്ചില്ല. അപ്പോഴൊന്നും സത്യം പറഞ്ഞില്ല. അതിനൊക്കെ വലുതവൻ പണത്തെയാണ് കണ്ടത്, ധനത്തെയാണ് കണ്ടത്. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം മനുഷ്യനോട് പറഞ്ഞു അത്രേ, കുല്ലു ഹാലക, ഇത് മുഴുവനും നിനക്കുള്ളതാണ്, ഈ സമ്പത്ത് മുഴുവനും നിനക്കുള്ളതാണ്, ഇതെല്ലാം നിനക്കുള്ളതാ, ഞാൻ നിന്നെ ഇട്ടേച്ച് പോവുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അവിടെ അവനെ തനിച്ചാക്കിയിട്ട് പോയി. കാരണം എന്തേ? നന്നാവുന്ന ഈ മനുഷ്യൻ ഒരിക്കലും നന്നാവൂല എന്ന് മനസ്സിലായി. മനുഷ്യന്റെ സത്യസന്ധതയാണ് ഏറ്റവും വലുത്. സത്യസന്ധത ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും ശരിയാവൂല എന്ന് മനസ്സിലായി. ഈസാ നബി അലൈഹിസ്സലാം സമ്പത്ത് കണ്ട് മോഹിച്ച ഇവൻ ദുന്യാവിനോട് അമിതമായ ഭ്രമമുള്ളവനാണെന്ന് കണ്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അവനോട് തനിച്ചാക്കിയിട്ട് പോയി. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ ഉടനെ തന്നെ ചാക്കെടുത്തിട്ട് ആ സ്വർണം മുഴുവനും വാരി അതിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി. സ്വർണം മുഴുവനും വാരി നിറയ്ക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോകണം, ജനങ്ങൾ വരുന്നതിന് മുമ്പ് ഇത് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയാ. അങ്ങനെ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് രണ്ടാളുകൾ കടന്നു വരിക. ഇവൻ അവിടെ നിന്ന് കാണുകയാണ്. ആ ദൂരെ നിന്ന് രണ്ടാളുകൾ അങ്ങോട്ട് നോക്കുമ്പോൾ എന്തോ വസ്തുക്കൾ തിളങ്ങുന്നു. പോയി നോക്കിയപ്പോ കറക്റ്റ് അവർ വിചാരിച്ചതുപോലെ തന്നെ സ്വർണം തന്നെയാണ്. അപ്പൊ അവർക്കും കിട്ടണമെന്ന് വാശിയായി, അടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും പോരായി, വാക്ക് തർക്കമായി. അവസാനം ഒത്തുതീർപ്പിലെത്തി. നമുക്ക് 3 പേർക്കും കൂടി ഡിവൈഡ് ചെയ്യാം, ഓഹരി ചെയ്യാം. 3-1 എനിക്ക് കാരണം, ബാക്കി 3-2 നിങ്ങളും എടുത്ത്. സമ്മതിച്ചു. എല്ലാവരും കൂടി ചാക്കിലേക്ക് വാരി നിറക്കിയാണ് ആ സ്വർണം മുഴുവനും. ഈസാ നബി അലൈഹിസ്സലാം മൺകൂനിയായിരുന്ന ആ മണ്ണിന്റെ കൂന സ്വർണമാക്കി മാറ്റിയത് എല്ലാവരും കൂടി ചാക്കിൽ കെട്ടി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ 3 യുവാക്കൾ ചെറുപ്പക്കാരായ വ്യക്തികൾ, ചെറുപ്പക്കാരാണവർ, യുവാക്കളാണവർ. ആ 3 പേരും കൂടി അവരെടുത്തു, ചാക്കിലേക്ക് എടുത്തിട്ട് അവർ കുറച്ചിൽ നിന്ന് നടന്നു. 1 കിലോമീറ്ററോളം നടന്നപ്പോഴത്തേക്കും ഒരു മർഹല എത്തിയപ്പോഴത്തേക്കും വല്ലാത്ത ക്ഷീണം വന്നു. ക്ഷീണിച്ചു. അവരവിടെ ഇരിക്കുകയാണ്. ഒരാൾക്ക് തീരെ വയ്യ, അവശന. അയാളുടെ കൂട്ടാളിയായിട്ട് മറ്റൊരാളെ ഇരുത്തിയിട്ട് 3-ാമനായ വ്യക്തി ഒരു സ്വർണ്ണ നാണയം എടുത്തുകൊണ്ട് പോയി. ഭക്ഷണം പട്ടണത്തിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയാം. ചിന്തിക്കണേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ചരിത്രത്തിന്റെ പര്യവസാനത്തിലേക്ക് കടക്കുക. 3-ാമനായ വ്യക്തി അതിൽ നിന്നൊരു സ്വർണ്ണ നാണയം എടുത്തുകൊണ്ട് പോയി നേരെ പോയി ടൗണിലേക്ക് ചെന്നു, പട്ടണത്തിൽ ചെന്നു ഭക്ഷണം വാങ്ങി. എന്നിട്ട് ആദ്യം ഇവൻ തന്നെ ഭക്ഷണം കഴിച്ചു. നല്ലതുപോലെ ഭക്ഷണം വയറ് നിറച്ച് ഭുജിച്ചു. വിശപ്പട കൂട്ടുകാരായ 2 പേർക്കുള്ളായ ഭക്ഷണപ്പൊതി വാങ്ങിയിട്ട് അതിൽ അവൻ വിഷം പുരട്ടി. എന്തിനു വേണ്ടി? ഈ ഭക്ഷണപ്പൊതിയുമായിട്ട് അവിടെ ചെന്നുകൊണ്ട് അവരെ വധിച്ചു കളഞ്ഞാൽ, ഇവരിത് കഴിച്ചു കഴിയുമ്പോ അവർ മരിച്ചു കഴിഞ്ഞാൽ ഈ സമ്പത്ത് മുഴുവനും എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് മനുഷ്യൻ. ഇതാണ് ഇന്നത്തെ ചെറുപ്പക്കാര് ചിന്തിക്കുന്ന ചിന്ത ഇതാ. ഈ മനുഷ്യൻ സമ്പത്ത്, ഇവൻ പണം കൊടുത്തു, സ്വർണ്ണ നാണയം കൊടുത്തു, ഇവൻ സ്വന്തം പൂജിച്ചു. എന്നിട്ട് ആ ഭക്ഷണം അവൻ ബാക്കിയുള്ള കൂട്ടുകാർക്കുള്ള ഭക്ഷണ പൊതിയിൽ വിഷം പുരട്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ നേരെ മറിച്ച് ഇവനെ കാത്തുകൊണ്ട് നിൽക്കുന്ന 2 കൂട്ടുകാരോ 2 പേരും കൂടി പരസ്പരം സൗഹൃദത്തിലായി. അവർ 2 പേരും കൂടി തീരുമാനിച്ചു, ഇവൻ വന്നാലുടനെ ഇവനെ നമുക്ക് കൊന്നുകളയണം, അവനെ നമുക്ക് വധിച്ചു കളയണം. എന്തിനു വേണ്ടി? വധിച്ചു കളഞ്ഞാൽ ഈ സമ്പത്ത് നമുക്ക് 2 ആളുകൾ കൂടി ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 3-ാമനായ വ്യക്തിക്ക് കൊടുക്കേണ്ടല്ലോ എന്ന് അവരും ചിന്തിച്ചു. അങ്ങനെ ചുരുക്കത്തിൽ വിഷം പുരട്ടി ഭക്ഷണപ്പൊതിയുമായിട്ട് കടന്നു വന്ന വ്യക്തിയെ ഈ 2 ആളുകൾ കൂടി ആക്രമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആക്രമത്തിന്റെ ഒടുവിൽ അവസാനം ആ വ്യക്തി കൊല്ലപ്പെടുകയാണ്. കത്തിയൂരിയിട്ട് വയറ്റിലേക്ക് ആഞ്ഞുകുത്തിയപ്പോ ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. കയ്യിലുള്ള ഭക്ഷണപ്പൊതി താഴേക്ക് വീണു. ആ ഭക്ഷണപ്പൊതി 2 ആളും കൂടി ആർത്തിയോടുകൂടി കഴിക്കുകയാണ്. വല്ലാത്ത വിശപ്പും ദാഹവും
കൂടി അടക്കാൻ വയ്യാത്ത രണ്ടുപേരും കൂടി ആർത്തിയോടുകൂടി വലിച്ചു വാരി തിന്ന സമയത്ത് അവരറിയുന്നില്ല അതിലൂട്ടപ്പെട്ടിരിക്കുന്ന വിശപ്പിന്റെ കാഠിന്യം, അതിലൂട്ടപ്പെട്ടിരിക്കുന്നതായ വിശത്തിന്റെ കാഠിന്യം അറിയുന്നില്ല. കഴിച്ചു തീരേണ്ട താമസം രണ്ടാളുകളും ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ഇന്നാലില്ലാ. മൂന്ന് യുവാക്കൾ, മൂന്ന് ചെറുപ്പക്കാർ സമ്പത്തിന് വേണ്ടി പരസ്പരം കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അറുകു നടത്താൻ വേണ്ടി ലക്ഷ്യം വെട്ടതായ യുവാക്കൾ. മൂന്നാളുകളും ആ വലിയതായ സമ്പത്തിന്റെ മൺകൂനയായിരുന്ന സമ്പത്ത്, സ്വർണത്തിന്റെ രീതികുംഭാരമായ സമ്പത്ത്, അതിന്റെ ചുവട്ടിൽ മരിച്ചു കിടക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഈസാ നബി അലൈഹിസ്സലാം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തന്റെ കൂടെ സഹവസിച്ച മനുഷ്യനും അവനോടൊപ്പം രണ്ടാളുകളും ദുരൂഹമാകുന്ന സാഹചര്യത്തിൽ വധിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു പോയി, എന്ത് പറ്റി റബ്ബേ, ഇവർക്ക് എന്ത് പറ്റി? അള്ളാഹു ഉത്ബോധനം നടത്തുകയാണ്. ഈസാ ഇന്ന പ്രശ്നങ്ങൾ കാരണമായിട്ടാണ് കൂട്ടുകാര് പരസ്പരം വിശ്വാസവഞ്ചന വെച്ചുകൊണ്ട് ഒരു കച്ചവടത്തിൽ പരസ്പരം ഒന്ന് സഹകരിക്കുക പോലും ചെയ്യാത്ത യുവാക്കളല്ലേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. സ്വന്തം കുടുംബത്തെ വഞ്ചിക്കുന്നവൻ, സ്വന്തം സഹോദരങ്ങളെ വഞ്ചിക്കുന്നവൻ, ചെറുപ്പക്കാരൊന്നിച്ചുകൂടി ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ കൂട്ടാളികളായുള്ള വ്യക്തികളെ കാലുവാരുന്ന സ്വഭാവം ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരിൽ യുവാക്കളിൽ വന്നു പോയില്ലയോ? ഇത് സമ്പത്തിന് വേണ്ടിയല്ലയോ? ഇത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ മുഖേന പഠിപ്പിക്കുന്ന ചരിത്രമാണ്. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ നടന്നു പോയതാ. മൂന്ന് ചെറുപ്പക്കാരായ യുവാക്കൾ സമ്പത്തിന് വേണ്ടി കടിപിടി കൂടിയിട്ട് ആ സമ്പത്തിന്റെ താഴ്ഭാഗത്ത് തന്നെ അതിന്റെ ചുവട്ടിൽ തന്നെ മൃത്യു വരിച്ചുകൊണ്ട് അവരുടെ ചേതനയറ്റ ശരീരം കണ്ടപ്പോ ആ ശരീരത്തിന്റെ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ലോകത്തോട് പറയുകയാണ്. അള്ളാന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ അസറിന് ശേഷം സഹാബത്തെ കിറാമിന് വിവരിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാ. സഹാബത്തെ, എന്റെ പ്രിയപ്പെട്ട സാബത്തെ, സമ്പത്തിന് വേണ്ടി മനുഷ്യൻ കടിപിടി കൂടരുതേ, സ്വന്തം കുടുംബങ്ങളെ ഇല്ലാതാക്കരുതേ. ഈസാ നബി അലൈഹിസ്സലാം ആ ചേതനയറ്റ് കടക്കുന്ന 3 ജഡങ്ങളുടെ ചുറ്റുവട്ടത്ത് നിന്ന് ലോകത്ത് വരാനിരിക്കുന്ന മാനവരാശികൾക്ക് ദർശനമായി, യുവാക്കൾക്ക് കുറിപ്പായി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഉപ്പമാർക്ക് ഒരോർമ്മ പുതുക്കലായി പറയുകയാ. ഹാദിഹി ദുനിയാ, ഹാദിഹി ദുനിയാ, ഹാദിഹി ദുനിയാ. ഇതാണ് ദുനിയാവ്, ഇതാണ് ഭൗതികമാകുന്ന ജീവിതം, നശ്വരമാകുന്ന ജീവിതമാണ് ദുനിയാവ്. അനശ്വരവും അനന്തവുമായ ജീവിതത്തിന് വേണ്ടിയല്ലയോ വിശ്വാസികളാകുന്ന നമ്മൾ പരിശ്രമിക്കേണ്ടത്? ഈസാ നബി അലൈഹിസ്സലാം ദുനിയാവിനെ ഓർമ്മപ്പെടുത്തുകയാ. ഹാദിഹി ദുനിയാ. മരിച്ചു കിടക്കുന്ന 3 യുവാക്കളുടെ ജഡങ്ങൾ ചൂണ്ടിയിട്ട് അവിടെയുള്ള സമ്പത്ത് മാത്രം ബാക്കി നിൽക്കെ, അവിടെയുള്ളതായ ധനം മാത്രം ബാക്കി നിൽക്കെ, ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഫഹ്ദറൂഹാ. ഈ ദുനിയാവിനെ പേടിക്കണേ, ഈ ദുനിയാവിനെ ഭയപ്പെടണേ, ഈ ദുനിയാവിനെയാണ് പേടിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ ഈ ചരിത്രം പറഞ്ഞിട്ട് അനുയായികൾക്ക് പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സാബത്തെ, സാബത്തെ, ലികുല്ലി ഉമ്മത്തിൻ ഫിത്നാ, ലികുല്ലി ഉമ്മത്തിൻ ഫിത്നാ, വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായത്തിനും ഓരോ നാശമുണ്ട്, എല്ലാ സമുദായത്തിനും നശീകരണമുണ്ട്, ഓരോ സമുദായത്തിനും നാശമുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ എന്റെ സമുദായത്തിന് വരെ ഓരോ നശീകരണ പ്രയത്നമുണ്ട്. എന്നാൽ എന്റെ സമുദായത്തിന്റെ നാശമേതെന്നറിയുമോ? വഫിത്നതു ഉമ്മത്തി, വഫിത്നതു ഉമ്മത്തി. എന്റെ സമുദായത്തിന്റെ നാശം അൽമാൽ,
അത് സമ്പത്താണ്, സമ്പത്താണ്. സമ്പത്ത് അധികരിക്കലാണ്. സമ്പത്തിന് വേണ്ടി മനുഷ്യൻ കടിപിടി കൂടലാണ്. സ്വന്തം മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വിടാൻ മാതാപിതാക്കൾ നിർബന്ധിതരാകുന്നത് ആ മകന്റെ സമ്പത്ത് കണ്ടിട്ടാണ്. സ്വന്തം മാതാപിതാക്കളെ വാർദ്ധക്യ സഹിതമായ രോഗത്തിനടിമപ്പെട്ട് കഴിയുമ്പോ LKG കുട്ടികളെ നഴ്സറിയിൽ കൊണ്ടുപോയി ചേർക്കുന്നത് പോലെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടാൻ മക്കളെ പ്രേരിപ്പിക്കുന്ന വസ്തുവും സമ്പത്താ. സ്വന്തം സഹോദരനെ, സ്വന്തം കൂടപ്പിറപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ഈ സമ്പത്ത് കൊണ്ടാണ്. സമ്പത്ത് കൊണ്ടാണ്. മനുഷ്യന്റെ സമ്പത്തിനോടുള്ള അമിതമായ ഭ്രമമാണ്. അള്ളാന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ പിടിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട്. എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ്, സമ്പത്താണ്. ചിന്തിച്ചു നോക്ക്, അള്ളാന്റെ റസൂല് പറഞ്ഞത് കറക്റ്റ് അല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമൊന്നും അല്ലല്ലോ നമ്മൾ ഇന്ന് നയിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ കണ്ടിരുന്നത് പോലെയൊന്നും അല്ല നമ്മൾ കാണുന്നത്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. കാനത്ത് നാഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഗുൽബാ. അള്ളാന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ പേര് ഗുൽബാ എന്നൊരു ഒട്ടകം. പ്രവാചകർ കോവർ കഴുത 4 ഒട്ടകം ഹദീസിൽ കാണാം. അതിലൊരൊട്ടകത്തിന്റെ പേരാണ് ഗുൽബാ. നമുക്കിന്ന് റസൂലുള്ളാഹിയുടെ മക്കളുടെ പേരറിയില്ല, മക്കൾ എത്ര പേരാന്നറിയില്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ വാ വിളിക്കും. എന്നാ സരിത എസ് നായർ ആരാന്ന് ചോദിച്ചാൽ അവർ വാപ്പാടെ പേര് വരും നമ്മൾ പറയും. നമുക്കറിയാം, എല്ലാം അറിയാം. സരിത എസ് നായർ ഉസ്താദ് ഞങ്ങൾ വാട്സാപ്പിൽ വീഡിയോ വരെ കണ്ടിട്ടിരിക്കുക. ഉസ്താദിന് വേണ്ടി സെൻഡ് ചെയ്ത് തരാം, ഈ പരിപാടി കഴിയട്ടെ എന്നാ നമ്മുടെ ചെറുപ്പക്കാർക്ക് പറയാം. അല്ലേ? പക്ഷെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേരൊക്കെ ഒന്ന് ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെ വാ വിളിക്കും. പെണ്ണുങ്ങളെ സഹിതമായി പറയുന്നത്, നമ്മുടെ സഹോദരിമാരെ സഹിതമായി പറയുന്നത്. അവർക്കൊക്കെ പരസ്പരത്തിന്റെ സീരിയൽ നടിമാരെ കുറിച്ച് നല്ലപോലെ അറിയാം. ഈ വാത് തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് കറുത്തമുത്തിന്റെ സർവ്വ ഇതും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാം. ഞങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് സീരിയലിന്റെ ബാക്കി അയൽവാക്കിയോട് പറഞ്ഞിട്ട് വന്നിരിക്കുക, ഇന്നത്തെ കഥ നാളെ നീ എനിക്കൊന്ന് പറഞ്ഞു തരണേ. അങ്ങനെ ബുക്ക് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. അതിന്റെ നടിമാര് ആ കറുത്തമുത്തിന്റെ നടിയുടെ ഒറിജിനൽ നിറം ചോദിക്കുമ്പോൾ അതൊക്കെ പറയും. ഇതൊക്കെ നമുക്ക് വ്യക്തമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതമോ ദീനിയായിട്ടുള്ള ഒരു വശങ്ങളോ നമ്മുടെ മക്കൾക്ക് അറിയില്ല, പ്രത്യേകിച്ച് യുവാക്കൾക്കറിയില്ല. നമ്മുടെ 10ാം ക്ലാസ്സിൽ അല്ലെ +2 പഠിക്കുന്ന യുവതികൾ ഇന്ന് മദ്രസയിൽ നിന്ന് പഠിക്കുന്നത് അല്ലാ വീട്ടിൽ കൊണ്ട് പുസ്തകം അതേപോലെ മറക്കാൻ പിന്നെ അത് വായിക്കലുണ്ടാവും അല്ലേ? മദ്രസയിലെ പുസ്തകം ഉസ്താദുമാര് വായിക്കാൻ പറയും, അത് കൊണ്ടുവന്ന് കൊണ്ട് നോക്കും. എന്നിട്ട് മദ്രസയെ തോറ്റു കഴിയുമ്പോൾ പറയും ഉസ്താദൊന്നും പഠിപ്പിച്ചില്ല. ഇവിടുത്തെ ഉസ്താദിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. അടുത്ത ഉസ്താദിനെ നമുക്ക് കയറ്റണം. ഇതാണ് എല്ലായിടത്തും ഉള്ള പ്രശ്നം. ഭൗതികമാകുന്ന വിദ്യാഭ്യാസത്തിന് നമ്മൾ എന്ത് വേണമെങ്കിലും കാണിക്കും, പക്ഷെ ആത്മീയം കൊടുക്കുന്നില്ല. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യാവാഹനം, ഭൗതിക വിദ്യാഭ്യാസം അത് കൊള്ളാം, പക്ഷെ ആത്മീയമാകുന്ന വിദ്യാഭ്യാസം അത് കൃത്യമായിട്ട് അതിനെ ബ്രേക്ക് ഇട്ടുകൊണ്ട് കൊണ്ടുപോകും. മദ്രസാ വിദ്യാഭ്യാസം അനിവാര്യമാണ്. നമ്മുടെ മക്കൾക്ക് അത് കൊടുത്തേ പറ്റൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സാന്ദർഭികമായി പറഞ്ഞതുമായി. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ പേര് ഗുൽബാ. നമ്മൾ ഇന്ന് ഈ സദസ്സ് പിരിയുമ്പോൾ ആ ഒട്ടകത്തിന്റെ പേരെങ്കിലും പഠിച്ചവരാകട്ടെ. അതിനുവേണ്ടി അത് പറയും. ആ ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ലാ തുസ്ബഖൂ. അള്ളാന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ മറ്റൊരു ഒട്ടകത്തിന് പോകാൻ സാധിക്കുമായിരുന്നില്ല. അത്രമാത്രം അതിശീഘ്രമാകുന്ന വേഗതയിൽ കുതിച്ചു പോകുന്ന ഒട്ടകമായിരുന്നു റസൂലുള്ളാഹിക്കുണ്ടായിരുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഒരൊട്ടകത്തിന് പോകാൻ പറ്റുമോ? എന്താ പോകാൻ പറ്റാനിട്ടല്ല, സ്പീഡിൽ പോകുമ്പോഴത്തേക്കും പ്രവാചകന്റെ ഒട്ടകമായിരിക്കും. എത്ര സ്പീഡിൽ പോയി നോക്കിയാലും നടക്കൂല. അങ്ങനെ നേതാവിനെ പറ്റി
ഒട്ടകം. നേതാക്കൾക്ക് അങ്ങനെ തന്നെ വേണ്ടല്ലോ. നമ്മുടെ നേതാവ് അദ്ദേഹത്തിനുണ്ടാകുന്ന വണ്ടി ഫ്രണ്ടിൽ പോകുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. ആ നേതാവിന്റെ ഫ്രണ്ടിൽ കൂടെ മറ്റൊരു വണ്ടി പോകുമ്പോൾ ഏതാർക്കും ഒരു വിഷമമുണ്ടാവും. അങ്ങനെ സംഭവിച്ചു ഇവിടെ. അതാ പറയാൻ പോകും. فجاء أعرابي بناقة له അറാബിയായ ഗ്രാമീണനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരൊട്ടകവുമായി കടന്നു വരികയാ. അള്ളാന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഈ അറാബിയായ മനുഷ്യന്റെ ഒട്ടകം അങ്ങ് നടക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾക്ക് അത് കണ്ടപ്പോ അള്ളാന്റെ റസൂലിന്റെ അനുയായികൾക്ക് അത് താങ്ങാൻ സാധിച്ചില്ല. അവർക്കത് താങ്ങാൻ സാധിച്ചില്ല. ഹൃദയത്തിന് വല്ലാത്ത നൊമ്പരമായി, വേദനയായി മാറി. കാരണം സ്വാഭാവികമായ നേതാവിന്റെ വണ്ടിക്ക് മുന്നിലൂടെ മറ്റൊരു വണ്ടി പോകുന്നത് കാണും. فقال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോടായി പറഞ്ഞു അത്രേ, ഇന്നഹു ഹഖ്ഖുൻ അലല്ലാഹ് അല്ലാ യർഫഅ ശൈഅ ഇല്ലാ വദഅഹു അല്ലാഹ്. അല്ലാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പടച്ചറപ്പിന്റെ പതിവിൽപ്പെട്ടതാണ്. ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിയുമ്പോ അതിനെ താഴ്ത്തി കൊണ്ടുവരിക എന്നുള്ളത് അത് പടച്ചറപ്പിന്റെ പതിവിൽപ്പെട്ടതാണ്. സാബത്തെ കാണുന്നില്ലയോ നിങ്ങൾ പൂർണ്ണചന്ദ്രനെ? 14 രാവുദിച്ച് നിൽക്കുന്ന ചന്ദ്രൻ, പൂർണ്ണചന്ദ്രനായി നിൽക്കുന്ന ആ ചന്ദ്രൻ പിറ്റേ ദിവസം 15 കഴിഞ്ഞ് 16-ാം ദിനം മുതൽ അതിന്റെ രാവ് മുതൽ ഓരോ ദിവസം കഴിയുന്തോറും അത് ചുരുങ്ങി ഒരു നേരിയ ഒരു വട്ടമായി മാറുന്നില്ലയോ? അതിനർത്ഥം എന്താണ്? ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയാൽ അതിന് ചുരുക്കമുണ്ടേ, താഴ്ചയുണ്ട്. ഈ മുത്തുനബിയാകുന്ന നിങ്ങളുടെ പ്രവാചകനാകുന്ന എന്റെ ഒട്ടകം ഇന്ന് ഈ മദീനയിലെ തെരുവീതിയിലൂടെ സ്പീഡിൽ നടക്കുന്നു. എന്റെ മുന്നിലൂടെ, എന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഒരു പാവപ്പെട്ട അറാബിയായ മനുഷ്യന്റെ ഒട്ടകം നടക്കുന്നത് കണ്ടിട്ട് ആ ഒട്ടകത്തിന്റെ മുതലാളിയെ വകവരുത്താൻ തുനിയരുതേ. അത് ശരിയല്ല സാബത്തെ. ഇത് ദുന്യാവാണ്. ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടാകും? ഇവിടെ ഒരു മനുഷ്യന് പൂർണ്ണതയിലെത്തുമ്പോ അതിനൊരു കുറവുണ്ടാകും. എന്റെ ഒട്ടകം പൂർണ്ണതയിലെത്തി, അതിനൊരു കുറവ് ഇനി വരാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ അടയാളമാണ് ഈ ഒട്ടകം മറ്റൊരൊട്ടകം വന്നുകൊണ്ട് മുൻകടന്നത്. എന്റെ പ്രിയപ്പെട്ട സ്വാബത്തെ, ഈ ദുന്യാവിൽ നിങ്ങൾ വലിയ വില കൊടുക്കരുതേ. എന്റെ വാഹനത്തിന്റെ മുന്നിൽ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വണ്ടി കയറിപ്പോയപ്പോ, അവന്റെ വാഹനമൊന്ന് കയറിപ്പോയപ്പോ ആ വാഹനത്തെ കൊന്നുകളയാനും ആ വാഹനത്തെ ഇല്ലായ്മ ചെയ്യാനും ആ വാഹനം ഓടിച്ചിരുന്ന അറാബിയെ ഭീഷണിപ്പെടുത്താനും നിങ്ങൾ പോകരുതേ. കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്. ഈ മുഹമ്മദിന്റെ ഒട്ടകവും സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നശിക്കുന്നതാണ്. ഈ ലോകത്തൊരു വസ്തുവും ശേഷിക്കുകയില്ല. ഇന്ന് ഈ ഒട്ടകം എന്റെ മുന്നിലൂടെ കടന്നു പോയത് കണ്ടിട്ട് നിങ്ങൾ അവരെ വശിപ്പിക്കാൻ പോകരുതേ. നാളെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ മറ്റൊരു വാഹനം കടക്കുമേ. ഇത് ദുന്യാവാണ്. ഈ നശ്വരമാകുന്ന ലോകത്തിന് വേണ്ടി നിങ്ങളൊന്നും തന്നെ ഒരുമിച്ച് കൂട്ടരുതേ. ഈ വസ്തുക്കൾ മുഴുവനും നാളെ ചോദ്യം ചെയ്യപ്പെടുമേ. ഇതെല്ലാം ചോദിക്കും നാളെ. ഇതെല്ലാം തന്നെ ചോദിക്കും. മുഴുവൻ വസ്തുക്കളും ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയായ മനുഷ്യനെ വിളിച്ചിട്ട് നിക്കാഹ് കഴിച്ചു കൊടുത്തു. വെള്ളിയാഴ്ച ദിവസം. നമ്മുടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം എന്നൊക്കെ പറയുന്ന സ്വപ്നം കാണുക, ഒരു നിക്കാഹ് അന്ന് നടന്നു കാണാൻ അല്ലേ? നമ്മടക്കം ഉസ്താദുമാരടക്കം അതിന് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസം സുന്നത്താൻ നമ്മൾ തന്നെ പറയും. പക്ഷെ വെള്ളിയാഴ്ച ദിവസം സുന്നത്താക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല, ഇല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ പോകും. വെള്ളിയാഴ്ച ദിവസം നിക്കാഹ് കഴിച്ച് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഈ സാധിക്കുന്ന എത്ര കൈവെക്കാൻ സാധിക്കും? പറയുന്നില്ല.
അങ്ങനെ നിങ്ങളെല്ലാവരും ഇളുപ്പിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? വെള്ളിയാഴ്ച ദിവസം സുന്നത്തായ ദിവസമാണ്. ആ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് കഴിച്ചു കൊടുത്തു. ആയിഷ ബിവിയോടൊപ്പം റസൂലുള്ളാഹി ആ ദിവസമാണ് നിക്കാഹ് കഴിച്ചത്. പരിശുദ്ധമാകുന്ന ശവ്വാൽ മാസത്തിലായിരുന്നു. നമ്മൾ ഈ മാസങ്ങളും ദിവസങ്ങളും ഒക്കെ പരിഗണിക്കണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ സുന്നികളാവും. നമ്മളെ സുന്നത്തെ മതത്തിന്റെ ആളുകളാണ്. പക്ഷെ ഇന്ന് സുന്നത്ത് എടുക്കാത്ത വ്യക്തികളായി കുറെയൊക്കെ അങ്ങനെ മാറിയിരിക്കുക. സുന്നത്ത് പോയിട്ട് ഫർദ് പോലും ഇല്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് നമസ്കരിക്കുന്ന പോലും ഇല്ല. എത്ര പേര് ഇന്ന് ജമാഅത്തായിട്ട് ഇശാ നമസ്കരിച്ചിട്ടുണ്ട് തൃപ്പൂരി മുസ്ലിന്റെ ഇല്ലെങ്കിൽ അവരുടെ മഹല്ലിൽ പിന്നെന്ത് സുന്നീസം അവിടെ തന്നെ നമുക്ക് പോയി. നമസ്കാരം തന്നെ നമുക്കില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചല്ലോ, ഏറ്റവും വലിയ പ്രവർത്തനം എന്താ റസൂലേ? ഏറ്റവും വലിയ അമലൻ അയ്യുൽ അമാലി അഫ്ളു യാ റസൂലല്ലാഹ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു ലിവഖതിഹാ. നീ അതിന്റെ സമയത്ത് നമസ്കാരം മുറ പോലെ നിർവഹിക്കും. സമയത്ത് ആദ്യ വഖത്ത് നമസ്കരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രവർത്തനം. നമുക്കിന്നത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? പിള്ളേർ എണീറ്റ് പോകും, നമ്മൾ നിസ്കരിക്കാൻ പോയിരിക്കും. മനസ്സിലായോ? നമസ്കാരം കൃത്യമാക്കാൻ വേണ്ടി ഇനി ആരും എണീറ്റ് പോകില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ എണീക്കുന്നവർക്ക് മനസ്സിലാവും, അങ്ങനെ ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്ന് കരുതി നിസ്കരിച്ചവരും അവിടെ തന്നെ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അസ്സലാത്തു വഖതിഹാ. നമസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കുക. അതാണ് ഏറ്റവും വലിയ അമൽ എന്ന് ആര് പറയാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അത് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ്. നമസ്കാരമല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ചെറുപ്പക്കാരായ ആളുകൾ ഒരുപാട് കുറച്ചുപേരൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാ, നമ്മൾ നമസ്കാരം ക്രിയാത്മക. ചില പെണ്ണുങ്ങൾക്കൊരു തിയറി ഉണ്ട്, പള്ളിയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഖുതുബയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് നിസ്കരിക്കാവുള്ളൂ, ളുഹർ നിസ്കരിക്കാവുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുന്നുണ്ട്. അത് തെറ്റാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കും. പള്ളി ബാങ്ക് വിളിച്ചാൽ ഉടനെ ജുമാ ദിവസം ബാങ്ക് വിളിച്ചാൽ ആദ്യത്തെ ബാങ്കോടുകൂടി തന്നെ നിങ്ങൾക്ക് ളുഹർ നിസ്കരിക്കാൻ സമയമായി. വേഗം ഒന്നും എടുത്ത് നിങ്ങൾ ആദ്യം കൊണ്ട് ളുഹർ നിസ്കരിച്ചു വെച്ചോ. അല്ലാതെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് അവിടെ എല്ലാം കഴിഞ്ഞ് ദുആയും കഴിഞ്ഞ് ഭർത്താവ് വീട്ടിൽ വന്ന് അദ്ദേഹത്തിന് ചോറും കൊടുത്തിട്ട് നേരെ കയറിയിട്ട് അസറിനോടൊപ്പം ജമ്മാക്കി നിസ്കരിക്കാമെന്ന് കരുതുന്ന പെണ്ണുങ്ങളാണ് നമ്മുടെ പെണ്ണ. അത് മാറ്റണം. പല സ്ത്രീകളും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാറ്റിയിടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന് നിക്കാഹ് കഴിച്ചു കൊടുത്തു വെള്ളിയാഴ്ച ദിവസം. സാറ് നമ്മൾ പറഞ്ഞു നിക്കാഹ് കഴിച്ചു കൊടുത്ത് ഈ മനുഷ്യൻ നേരെ ആദ്യ രാത്രിയിലാണ് നേരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക. സുബ്ഹാനല്ലാഹ്, കടന്നു ചെന്ന് നോക്കുമ്പോഴോ ആ വീട്ടിൽ നല്ല വലിയ മലമാര വെച്ചിരിക്കുന്നു. അറ സൗകര്യങ്ങൾ, വലിയ സുഖാസ്വാദനങ്ങളൊക്കെ ഒരുപാട് ഓവറാക്കി വെച്ചിരിക്കുക. ഈ ചെറുപ്പക്കാരനായ വ്യക്തി ഉടനെ തന്നെ ഇറങ്ങി ഓടി. ഫഫറ മിനൽ ഗുർഫതി ഫനാമ ഫിൽ മസ്ജിദി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈപിടിച്ച് നിക്കാഹ് കൊടുത്ത വ്യക്തി, അല്ലാഹുവിന്റെ റസൂൽ സീഗ പറഞ്ഞു കൊടുത്ത വ്യക്തി, ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ടതായ അനുചരൻ, ആ അനുയായി ആയ വ്യക്തി ആ വധുവിന്റെ വീട്ടിൽ കണ്ടതായ ആർഭാടങ്ങളും അലങ്കാര സൗകര്യങ്ങളും ആർഭാടങ്ങൾ കണ്ടപ്പോ ഓടുകയാണ്, വീട്ടിൽ നിന്നിറങ്ങി ഓടുകയാണ്. എന്നിട്ടോ ഫനാമ ഫിൽ മസ്ജിദി, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വന്ന് വിശ്രമിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വന്ന് വിശ്രമിക്കാം. ഇതിപ്പോ ക്ലാസ് മുഖേന എടുക്കാൻ പറ്റുള്ളൂ. കാരണം ശബ്ദം എടുക്കുമ്പോൾ പറ്റുന്നില്ല. അതിനനുസരിച്ചുള്ള ഇത് പോരാ. 1 ലക്ഷം എന്നൊക്കെ ഇവിടെ സുൽഫീഖറൊക്കെ പറഞ്ഞു. എവിടെ 1 ലക്ഷം വാട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്നു. നമുക്കൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ തൊള്ള പോയിരുന്ന നമുക്ക് 50,000 വാട്സ് 50,000 റുപ്പിയോ അല്ലെങ്കിൽ ഇന്നോവ കാറ് തന്നെ വേണമെന്നും നമുക്ക് വാശിയില്ല. ഒരു കൂട്ടുകാരന്റെ പാവപ്പെട്ടവും കൊണ്ടുവന്ന വണ്ടിയോ അവന് പെട്രോൾ അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് തൊള്ള പോകാത്ത വേണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിൽ അതൊക്കെ ഓഫ് ചെയ്തേക്ക്. ഇവിടെ അല്ലേ ആളുകൾ ഇരിക്കുന്നത്, ഈ 2 ബോക്സിന് മാത്രം മതി. അതൊക്കെ നിങ്ങൾ കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് റാഹത്താകട്ടെ. ഇവിടെ ഇരിക്കുന്നവർക്ക് റാഹത്താകട്ടെ. നിങ്ങൾ അമേരിക്ക കേൾപ്പിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ കേൾപ്പിക്കും. ഇവിടെ ഇരിക്കുന്നവർക്ക് നല്ല റാഹത്തായിട്ട് തിരിയണ്ട. ഉസ്താദുമാർ ഒരുപാട് ആളുകൾ ഇരിക്കുന്നു. ഞാൻ ഇത്രയും ദൂരെ നിന്ന് വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് കറക്റ്റ് ആക്കി കൊടുക്കുക. അവിടുത്തെ കട്ട് ചെയ്തോ, അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഇവിടെ കറക്റ്റ് ചെയ്ത് ഈ 2 ബോക്സ് കറക്റ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറയും.
കാരണം ഇന്ന് പ്രസംഗിച്ചിട്ട് പോയി നാളെ പ്രസംഗിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും മണപ്പള്ളി പോകുമ്പോഴത്തേക്കും കരുനാപ്പള്ളി മണപ്പള്ളി പോകുമ്പോൾ അവർ പറയുന്നത് ഇവർക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, തൊള്ള വയ്യെന്ന്. മനസ്സിലാകുന്നുണ്ട്? നമുക്കൊരു കുഴപ്പമില്ല, മൈക്ക് കറക്റ്റ് ചെയ്താൽ മതി. എല്ലായിടത്തും ചെല്ലുമ്പോഴും എല്ലാവർക്കും എന്താ വേണ്ടത്? പെർഫെക്റ്റ് ആയിരിക്കണം, 100% പ്രസംഗിക്കണം. അപ്പം മൈക്ക് കറക്റ്റ് വെച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് പറയുന്ന അല്ല, നമുക്ക് ഇന്ന് ഡിമാൻഡ് ഒന്നുമില്ല, 50,000 വാട്സപ്പൊന്നും നമുക്കില്ല. എൻ്റെ തൊള്ള പോകാത്തത് വേണേന്ന് മാത്രമേ കാരണം ഡെയിലി പ്രസംഗം ഉള്ളതുകൊണ്ട് മാത്രം, വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നല്ല രീതിയിൽ പറഞ്ഞു തരണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട്. കാരണം നിങ്ങൾ കരുതും ഇതാണ് പുള്ളിയുടെ പ്രസംഗം എന്ന്. എൻ്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തിലേക്കും എത്തിയിട്ടില്ല. വേണം യൂട്യൂബിൽ കയറി കേട്ടു. അതുകൊണ്ട് ഞാൻ പറയാം, ഒരു ഭാഗത്തോട്ട് എത്തിയില്ല. കാരണം എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് വോയിസ് എടുക്കാൻ പറ്റുന്നില്ല, അതിനനുസരിച്ചുള്ള പോരാ. 2 ബോക്സ് മതി, എനിക്ക് അത്രയും താല്പര്യം. ഈ ഒരു ബോക്സ് മതി, പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരു ബോക്സ്, 3 ബോക്സ് മതി. അതൊന്ന് കറക്റ്റ് ചെയ്ത് തുറന്നാൽ മതി. അത്രയും നമ്മൾ പറയുന്നത്. വേറെ കൂടുതൽ അപ്പുറത്ത് നമ്മൾ വെച്ചോ അല്ലെങ്കിൽ അവിടെ കവലെ നിൽക്കുന്നവനൊക്കെ കേൾപ്പിച്ചിട്ട് എന്താ കാര്യം? ഒന്ന് കറക്റ്റ് ചെയ്യും. അപ്പൊ ശ്രദ്ധിച്ചോ. അതുകൊണ്ട് ഞാൻ ക്ലാസ് മോഡലേ എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ദീൻ പഠിച്ചാൽ മതി. പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ കോമഡി പറഞ്ഞിട്ടോ നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് പറ്റത്തില്ല. രമേശ് വിശാരടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ മതി. നമുക്ക് അതിന് പറ്റൂല. നിങ്ങളിപ്പോ ദീൻ പറ കേട്ടു കുറച്ചു നേരം കേൾക്കും. ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിക്ക്. വെളിയിലിടുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ ഇന്നും ആളുകൾ കേൾക്കുള്ളൂ. ഇങ്ങോട്ട് വരുമോ? അവരാരും സദസ്സിലോട്ട് വരത്തില്ല. നമ്മുടെ സദസ്സ് ബറക്കത്താകണം. ഔലിയാക്കളുടെ അടുക്ക വന്നിരിക്കുമ്പോഴല്ലേ അതിന് മഹത്വം ഉണ്ടാവുള്ളൂ. ഞാൻ ഔലിയാന്നല്ല പറഞ്ഞ ഫക്കീർ ഔലിയ. ഇനിയിപ്പം വെളിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആളുകൾ കരുതും ഉസ്താദ് ഔലിയാക്കളുടെ അടുക്കൽ വന്നിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ തെറ്റിദ്ധരിക്കും. എല്ലാം റെക്കോർഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കൗമുള്ളത്. അതുകൊണ്ട് തിരിച്ചു പറയുക കേട്ടോ. ശ്രദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിക്കാഹ് ചെയ്തു കൊടുത്തു. നിക്കാഹ് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ രാത്രിയിലേക്ക് ആദ്യരാത്രി ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ് അവിടെ കാണുന്നത് അവിടുത്തെ ആർഭാടങ്ങളും ഭയങ്കര സൗകര്യങ്ങളും ഒക്കെ കാണും. ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഇറങ്ങി ഓടുക. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിരിക്കും ചരിത്രം കേൾക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ഒരുപാട് ഈ ചരിത്രമൊക്കെ കോർവ് ചെയ്ത് വന്നേക്കുന്നത് നിങ്ങൾ കേൾക്കാത്ത ചരിത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രവിക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഈ മനുഷ്യൻ കയറി വരിക. ഈ മനുഷ്യൻ പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു നിന്നപ്പോൾ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു. വധുവിന്റെ വീട്ടിൽ നിന്ന് കൂട്ടത്തിൽ ആളുകൾ ഒരുപാട് പേര്. വധുവിന്റെ വീട്ടുകാരൊക്കെ അവിടെ എത്തി. ആരുടെ അടുക്കൽ? അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ പരാതിയായിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാലക, നിനക്കെന്ത് പറ്റി മോനെ? നിനക്കെന്ത് പറ്റി? ഈ മനുഷ്യൻ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അമാ അല്ലംതനീ ثم لتسألن يومئذ عن النعيم. എന്റെ പ്രിയപ്പെട്ട റസൂലേ, അവിടുന്നല്ലയോ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? അവിടുന്നല്ലയോ ഞങ്ങൾക്ക് പറഞ്ഞു നൽകിയിട്ടുള്ളത്? നാളെ പാരത്രിക ലോകത്ത് പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ, അള്ളാന്റെ കോടതിയിലെത്തുമ്പോ എല്ലാ മനുഷ്യരോടും ചോദിക്കുമത്രേ സർവ്വ ചോദ്യങ്ങളും. ഓരോ മനുഷ്യനും നൽകിയിരിക്കുന്ന ചെറിയ അനുഗ്രഹങ്ങൾ വരെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള ആയത്ത് പരിശുദ്ധമാകുന്ന ഖുർആനിന്റെ വചനം അവിടുന്നല്ലയോ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് റസൂലേ? അതുകൊണ്ട് ആ ആയത്ത് ഓർത്തിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെയുണ്ടായിരുന്ന അലങ്കാര സൗകര്യങ്ങളും ആർഭാട സൗകര്യങ്ങളും കണ്ടപ്പോ, ആ അലങ്കാരങ്ങൾ കണ്ടപ്പോ ഞാൻ മഹ്ശറ ചിന്തിച്ചു പോയി. ആ മഹ്ശറയിൽ എനിക്ക് ആരോ തുണ വരുകയില്ലല്ലോ, ആ മഹ്ശറയിൽ എനിക്കൊരു മനുഷ്യനും തുണ വരുകയില്ലല്ലോ. അതോർത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ പേടിച്ചു പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാനുള്ള കാരണം. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീട്ടിൽ നിന്ന്, എന്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടാനുള്ള കാരണം. പള്ളിയിലേക്ക് വന്നുകൊണ്ട് വിശ്രമിക്കാനും നിദ്രയിൽ ഭവിക്കാനുമുള്ള കാരണം
കാണണമെന്ന് റസൂലുള്ളയോട് പറയുമ്പോ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധുവിന്റെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് പറയുകയാ, ഇത്തഖില്ലാ, ഓ പെണ്ണേ, നീയും നിന്റെ കുടുംബാദികളും നിങ്ങൾ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. നരകത്തെ തൊട്ട്, കത്തിയാളുന്ന നരകത്തിന്റെ ഭയാനകതകളെ തൊട്ട് പടച്ചറപ്പിനെ നിങ്ങൾ ഭയപ്പെടണേ, ഭയപ്പെടണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ യുവാക്കളോട് എനിക്ക് ഈ പരിശുദ്ധമാകുന്ന മതവിജ്ഞാന വേദിയിൽ വെച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ വിവാഹം കഴിക്കുമ്പോ ആ വിവാഹ വീട്ടിൽ കയറി ചെല്ലുന്ന പെണ്ണിന്റെ വീട്ടില് എത്ര കുറഞ്ഞ കട്ടിലാണെങ്കിലും എത്ര കുറഞ്ഞ രീതിയിലുള്ള ചെലവാണെങ്കിലും അവർ നടത്തുമ്പോ കണ്ണൂർ ദേശക്കാര് നിർബന്ധം പിടിക്കുന്നത് പോലെ എനിക്ക് പെണ്ണിന്റെ വീട്ടിൽ തന്നെ കഴിയണം. ആ പെൺവീട്ടുകാർക്കുണ്ടാക്കുന്ന സർവ്വ അറകളും അതിലുള്ള സാധന സാമഗ്രികളും അതിലുള്ള അലമാരകളും അത് തീട്ടിയായിരിക്കണം, ഈട്ടിയായിരിക്കണം, തേക്കിന്റെ ആയിരിക്കണം, ബെഡ് ഇന്നതായിരിക്കണമെന്നൊക്കെ വാശി പിടിക്കരുത് സഹോദരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വാക്കളെ, അള്ളാന്റെ റസൂലിന്റെ ജീവിതം ഓർക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അള്ളാന്റെ റസൂലിനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് നേരിട്ടുകൊണ്ട് കണ്ണുകൊണ്ട് കാണുകയാണ്. കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ പറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ നായകനെ കണ്ണുകൊണ്ട് കാണുകയാണ്. അള്ളാന്റെ റസൂല് കിടക്കുന്നത് ഈന്തപ്പന ഓലമണ്ട് മടഞ്ഞതായ സ്ഥലത്താണ്. അള്ളാന്റെ റസൂലിന്റെ ശരീരം കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കണ്ണീർ നനീച്ചു പോയി, കണ്ണീര് വന്നു പോയി, കരഞ്ഞു പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് പൊട്ടിക്കരയുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ കണ്ടുകൊണ്ട് റസൂലുള്ള ചോദിച്ചു പോയി, മാലക്കയാ ഉമർ, ഉമറേ, ഉമറേ, എന്ത് പറ്റി ഉമറേ, എന്ത് പറ്റി ഉമറേ? എല്ലാ നിലയ്ക്കും ആത്മീയതയുടെ ചൈതന്യം ഉറവ് പറ്റിയ പ്രിയപ്പെട്ട ഉമർ പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഉമറിന്റെ നിഴൽ കാണുമ്പോ ശൈത്താൻ ഓടിയൊലിക്കുമത്രേ, ഓടിയൊലിക്കുമത്രേ. അത്രമാത്രം ഈമാനികമാകുന്ന ആവേശമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ അല്ലാഹു റസൂൽ ചോദിച്ചു പോയി, എന്ത് പറ്റി ഉമറേ, ഉമറേ? ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, കിസ്റാ വ കൈസറോ, കിസ്റാ വ കൈസറോ യനാമാനി അലൽ ഹരീർ. അല്ലാഹുവിന്റെ റസൂലേ, കിസ്റയുടെയും കൈസറിന്റെയും നേതാക്കന്മാർ, ചക്രവർത്തിമാർ, അവർ പട്ടുമത്തയിലാണ് വിരാജിക്കുന്നത്, പട്ടിലാണ് കടന്നുറങ്ങുന്നത്. അവിടുന്നോ അന്ത റസൂലുള്ളാഹ്, അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത എന്റെ പ്രിയപ്പെട്ട ഹബീബേ, വഅന്ത റസൂലുള്ളാഹ്, അവിടുന്ന് പ്രിയപ്പെട്ട റസൂലല്ലയോ? അവിടുന്ന് എവിടെ കിടക്കുന്നത്? ഈന്തപ്പന മടലുകളെ കിടക്കുന്നത്, ഈന്തപ്പന മടഞ്ഞ സ്ഥലത്തല്ലയോ കിടക്കുന്നത്? അവിടുത്തെ ശരീരത്തിലേക്ക് പതിഞ്ഞിരിക്കുന്ന ആ ഈന്തപ്പന ഓലകളുടെ ചരിത്രം കണ്ടിട്ടാണ് ഞാൻ വിഷമിക്കുന്നത് റസൂലേ, വിഷമിക്കുന്നത് റസൂലേ എന്ന് ലോകത്തിന്റെ നായകനോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു വചനം, സമ്പത്തിന് വേണ്ടി കടിപിടി കൊള്ളുന്ന, സ്വന്തം ഉമ്മയെ മറക്കുന്ന, നിനക്ക് മുലപ്പാൽ തന്ന പ്രിയപ്പെട്ട ഉമ്മ, നിന്നെ 9 മാസം ഗർഭം ചുമന്ന പ്രിയപ്പെട്ട ഉമ്മ, നിന്നെ താജാട്ട് പാടിക്കൊണ്ടുറക്കിയ ഒരുപാട് രാവുകൾ നിനക്ക് വേണ്ടി ഉറക്കമുളച്ച ഉമ്മ, നിനക്ക് വേണ്ടി വാങ്ങാനും ഉടുപ്പ് വാങ്ങാനും നിന്റെ ഭക്ഷണത്തിന് വേണ്ടിയും അന്നത്തിന് വേണ്ടിയും ലോകം മുഴുവനും കറങ്ങിക്കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട ഉപ്പ, നീ ഉറങ്ങിയെന്ന് കേൾക്കുമ്പോ ആ ഉറങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട മകന്റെ ചാരത്തേക്ക് വന്നിട്ട് ചുടുചുംബനം കൊടുത്തിട്ട് ഉറങ്ങാൻ പോലും വിസമ്മതിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചു കഴിയുന്ന പ്രിയപ്പെട്ട ഉപ്പ, ആ ഉപ്പയുടെ സമ്പത്ത് മോഹിച്ചുകൊണ്ട് പാവപ്പെട്ട ഉപ്പയെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളുന്ന തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ട് ചവിട്ടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ യുവാക്കളെ, അള്ളാന്റെ റസൂല് പറയുകയാ, മദീനയിലെ രാജകുമാരൻ പറയുകയാ, قوم عجلت لهم طيباتهم في الحياة الدنيا. എന്റെ ഉമറേ,
ഈ ഭൗതികമാകുന്ന ജീവിതമാണ് അവർക്കുള്ളത്. ഈ ഭൗതികമാകുന്ന ജീവിതം മാത്രമാണ് അവർക്കുള്ളത്. ഇവിടുത്തെ ആസ്വാദനങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. മറേ നമുക്ക് നാളെ പാരത്രിക ലോകമല്ലയോ വേണ്ടത്? അവിടേക്കല്ലയോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? അവിടേക്കുള്ള പ്രയാണമല്ലയോ ഈ ദുനിയാവ്? അവിടേക്ക് വേണ്ടിയുള്ള കൃഷിയിടമല്ലയോ ദുനിയാവ്? അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമല്ലയോ ദുനിയാവ്? ഈ ഭൗതിക ജീവിതത്തിൽ എന്തിനാണ് ഇതിനും മാത്രം നമുക്ക് ആസ്വാദനമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഈന്തപ്പന ഓലമേഞ്ഞതായ കട്ടിലിൽ തന്നെ, അതിൽ തന്നെ പായിൽ തടന്ന് കണ്ണുകടന്നതായ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക്, നമ്മൾ അള്ളാഹിന്റെ റസൂലിന്റെ മാതൃക. അത്രയൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഡ്യൂറോഫ്ലെക്സിന്റെ മെത്തൊക്കെ കിട്ടിയപ്പോൾ നമ്മളും കിടക്കും. ഞാൻ അത് പറഞ്ഞിട്ട് വാതിന് വരുമ്പോൾ നമുക്ക് മെത്തൊന്നും ഇതൊന്നും നിലത്തൊന്നും പിരിച്ചു വന്നേക്കല്ലേ. സൂഫിയ ഉസ്താദ് ഈന്തപ്പന മടൽ വല്ല ഒമാനിന്നൊക്കെ ഈന്തപ്പന മടൽ കൊണ്ടുവന്നിട്ട് നമുക്ക് വിരിച്ചു. മനസ്സിലാകുന്നുണ്ട്? സാധു ഭയങ്കര സൂഫീസോ പറയുന്നത് അങ്ങനെയല്ല ഞാൻ ഈ പറയുന്നത്. ഉസ്താദ്മാർക്കൊക്കെ അങ്ങനെ കൊടുക്കണം. പണ്ടൊരാൾ അത് പറഞ്ഞു ഈ കാരക്ക കൊണ്ടെങ്കിലും നോമ്പ് ഉറപ്പിക്കണമെന്ന് പറഞ്ഞു. കുന്നാറ് ഓരോ വിശുദ്ധി തമ്പ്രത്തി എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ്മാർ അടക്കിയ പാത്രത്തിൽ നിറച്ചെന്ന് കൊടുത്ത് അട്ടിപ്പാത്രത്തിൽ നിറച്ച് കാരക്കേട്ടു. പിറ്റേ ദിവസം നോമ്പ് ഉറക്കാൻ വേണ്ടി ഉസ്താദ് കുടുങ്ങിപ്പോയി, നിറച്ച് കാരക്ക. ഇതെന്നാന്ന് വെച്ചപ്പോൾ ഇത്തക്കുന്നാറ് ഓരോ വിശുദ്ധി തമ്പ്രത്തി നരകത്തെ കാത്തോ എന്നുകൊണ്ട് ഒരു കാരക്ക കൊടുത്തിട്ടാണെങ്കിൽ ഞങ്ങളൊരു അട്ടിപ്പാത്രം നിറച്ച് കാരക്ക ഞങ്ങൾ നരകത്തെ തൊട്ട് രക്ഷപ്പെട്ടു. ഇതാ കൗമ്. അതുകൊണ്ട് അത് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പറഞ്ഞു. മനസ്സിലായി? നമ്മൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. സുഹൃത്ത് പരിത്യാഗം അല്പമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഒരുപാട് പോകരുത്. നമ്മൾ കാട് കയറി പോകാൻ പാടില്ല. അല്പമൊക്കെ നമുക്ക് ദുനിയാവിയായ ജീവിതത്തിൽ സ്വല്പമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക. സ്വല്പമൊക്കെ അങ്ങനെ റസൂലുള്ളാഹിന്റെ ജീവിതമൊക്കെ ഇടയ്ക്ക് ഓർക്ക്, സ്വഹാബത്തെ കിറാമിന്റെ ജീവിതം ഓർക്ക്. ചിന്തിച്ചു നോക്കിയേ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും ഞൊടിച്ചാൽ മതി, ഒന്ന് പറഞ്ഞാൽ മതി. 10,000-കണക്കിന് സ്വഹാബത്തെ കിറാം നിൽക്കുകയാണ്. എത്ര ധനാഢ്യരായ ആളുകൾ മുഴുവൻ സമ്പത്തും കൊണ്ട് കൊടുക്കും. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ ഒരു പടയങ്കി ഒരു അന്യജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദാരിദ്ര്യം തന്റെ പ്രിയപ്പെട്ട അനുയായികളെ പോലും അറിയിച്ചിരുന്നില്ല എന്നുള്ളതല്ല. നമ്മളിന്ന് അങ്ങനെയല്ല. ചെറിയൊരു ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ലോകം മുഴുവൻ പറയും. പക്ഷെ ഉസ്താദിനോട് മാത്രം പറയും. പള്ളിയിൽ ഉസ്താദിനോട് മാത്രം പറയില്ല. പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് എന്താ പറയാ? ഉസ്താദ് ചോദിക്കും, അവിടെ കച്ചവടം എങ്ങനെയുണ്ട്? എന്റെ പൊന്നുസ്താദ് ഇപ്പൊ ഒന്നും പറയണ്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാ. ഇന്ന് വരെ ഉസ്താദിനോട് അയ്യൂബ് ആരെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതാ നമ്മുടെ കച്ചവടം വളരെ റാഹത്താണ്. അൽഹംദുലില്ലാ എന്നൊരു വചനം നമ്മുടെ മോമിനീങ്ങളായ ആളുകൾ കേരളക്കാരുടെ നാവിൽ നിന്ന് വരുന്നത് വളരെ വിരളമാണ്. എല്ലാവരും എപ്പോഴും പറയുന്ന ഉസ്താദ് ചോദിക്കുന്നത് അവരുടെ അവസ്ഥ അറിയാൻ വേണ്ടിയാ, അഹ്വാൽ അറിയാൻ വേണ്ടി. അപ്പോൾ ഉടനെ പറയും, അവന്റെ പൊന്നുസ്താദ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്തെങ്കിലും ഉസ്താദിന് കൊടുക്കേണ്ടി വരുമോ എന്ന് ഇവന്റെ ചിന്ത. ഇതൊക്കെയാണ് അവര് ചിന്ത. വർഷത്തിൽ അവൻ 100 രൂപ കൈമടക്കുമായിട്ട് ആകെ ഇതാ കൊടുക്കുന്നത്. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. അവരൊക്കെ ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നത് സമ്പത്ത് കൊണ്ടല്ല, സമ്പത്ത് വാങ്ങാനുമല്ല, നമ്മളെ ദീൻ പഠിപ്പിക്കുക, നന്നാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്. ഒരുപാട് ആലിമീങ്ങളെ കൊണ്ട് ധന്യമാക്കപ്പെട്ട ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയുടെ ഉപ്പ തഴവ ഉസ്താദിനെ പോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അല്ലേ. യൂനുസ് ഉസ്താദ്, അതുപോലെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമാക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ഷിഹാബുദ്ദീൻ ഉസ്താദ്, ഒരുപാട് ആലിമീങ്ങളുണ്ട്. നമുക്കറിയാവുന്ന അറിയാത്ത ഒരുപാട് ഔലിയാക്കൾ വന്ന് അടങ്ങിയ സ്ഥലം. ഫരീദുദ്ദീൻ ഔലിയയെ പോലെ, ഫക്കീർ ബാവയെ പോലെ. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്തട്ടെ. 10 പേരെ നമ്മൾ ദീൻ പഠിക്കുന്നുള്ളെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് അവരുടെ ജീവിതം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഒരു കാലഘട്ടം ഇനി വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ 5 കാര്യത്തെ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങളെ തീർച്ചയായും മറക്കും. 5 കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയും 5 കാര്യങ്ങളെ പൂർണ്ണമായി മറക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് വരാനുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. قال رسول الله صلى الله عليه وسلم سيأتي زمان على أمتي يحبون 5 وينسون 5.
യച്ചമായും എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം വരാനുണ്ടേ സഹാബത്തെ കിറാമ ചോദിക്കുകയാണ്, ഖാലൂ വമസ്സമാനു യാ റസൂലല്ലാഹ്, ഏതാണ് റസൂലേ ആ കാലഘട്ടം, ഏത് കാലഘട്ടമാണതെന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുകയാണ്, 5 കാര്യങ്ങൾ അവർ മറക്കുമേ, 5 കാര്യങ്ങൾ അവർ പൂർണ്ണമായി ഇഷ്ടപ്പെടുമേ. യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ, يحبون الدنيا وينسون الآخرة، يحبون الحياة وينسون الممات، يحبون القصور وينسون القبور، يحبون المال وينسون الحساب، يحبون الخلق وينسون الخالق. സഹാബത്തെ ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് വരാനുണ്ട്. ആ കാലഘട്ടം ജനങ്ങൾ 5 കാര്യങ്ങളെ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങളെ മറക്കും. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ ആദ്യമായി പറയുന്നത് യുഹിബ്ബൂന ദുനിയാ, ഭൗതികമാകുന്ന ജീവിതത്തെ ഇഷ്ടപ്പെടുമേ. വയൻസൗനൽ ആഖിറ, പാരത്രിക ജീവിതത്തെ പൂർണ്ണമായി വിസ്മരിക്കുമേ. ഖബറുണ്ടെന്ന് മറക്കുമേ, മഹ്ശറയുണ്ടെന്ന് മറക്കുമേ, അവിടെ ഒരു വിചാരണയുണ്ടെന്നുള്ള ബോധ്യമില്ലാതാകുമേ. യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ, ഭൗതിക ജീവിതത്തോടുള്ള അമിതമാകുന്ന ഭ്രമമായിരിക്കും ആ കാലഘട്ടത്തിലുള്ളതായ ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ടാകുക. അവർ ആഖിറത്തെ മറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ കാര്യമായി പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഈ 5 കാര്യങ്ങൾ അള്ളാന്റെ റസൂൽ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് വിചിന്തനം നടത്തലാണ് നമ്മുടെ ഈ സദസ്സിൽ. ഒന്ന് വിചിന്തനം നടത്തലാണ്, ഒന്ന് ശ്രദ്ധിക്കുന്നു. 5 കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, 5 കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ വെറുക്കുന്നുണ്ടോ, ഒന്ന് ശ്രദ്ധിക്കുന്നു. യുഹിബ്ബൂന الحياة وينسون الممات. ആ കാലഘട്ടത്തിലുള്ളതായ ജനങ്ങൾ അവർ തീർച്ചയായും ഇഷ്ടപ്പെടുന്നത് അത് ഈ ഭൗതികമാകുന്ന ജീവിക്കലാണ്. ഈ ഭൗതികമാകുന്ന ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് രസിക്കലാ. വയൻസൗനൽ മമാത, മരണം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യം അവർ പൂർണ്ണമായി വിസ്മരിക്കുമേ. ജീവിക്കാൻ ഇഷ്ടപ്പെടും, മരിക്കുന്നതിനെ വെറുക്കും. അങ്ങനെയാണല്ലോ മനുഷ്യൻ മരിക്കുന്നതിനെ വെറുക്കും. ആര് പറയാ? അള്ളാന്റെ റസൂൽ പറയാ. ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് 1400 കൊല്ലം മുമ്പ് പറഞ്ഞതാ. അപ്പൊ ഇന്ന് ഈ കാലഘട്ടമാണെന്ന് തോന്നുന്നുണ്ട് സത്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഹദീസോടെ പറയുന്നത്. ശ്രദ്ധിച്ചോ. യുഹിബ്ബൂനൽ ഖുസൂർ വയൻസൗനൽ ഖുബൂർ. അമ്പര ചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കാനാണ് അവർ താല്പര്യപ്പെടുക. പ്രവാസ ലോകത്ത് 30 കൊല്ലവും 50 കൊല്ലവും ഒക്കെ ജീവിതം കഴിച്ചു കൂട്ടിയ സഹോദരൻ അവിടെ നിന്ന് കിട്ടിയ സമ്പത്ത് മുഴുവനും കൊണ്ടുവന്നിട്ട് നാട്ടിൽ വലിയ മാളിക സൗധങ്ങൾ പണിയാ അവൻ താല്പര്യപ്പെടുമേ, ലക്ഷ്യം വെക്കുമേ. യുഹിബ്ബൂനൽ ഖുസൂർ വയൻസൗനൽ ഖുബൂർ. മണിമാളികകൾ പണിയുന്നവർ അവർ ആടറി മണ്ണിന്റെ ഇരുട്ടറ മറക്കുമേ. ഖബറാകുന്ന ഇരുട്ടറയെ അവർ പൂർണ്ണമായി വിസ്മരിക്കുമേ. യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ.
അല്ലാഹുവിന്റെ റസൂൽ നാലാമതായി പറയുകയാ, ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും അവരിഷ്ടപ്പെടുമേ, താല്പര്യപ്പെടുമേ. എന്നാൽ വയൻസൗനൽ ഖാലിഖ, ഈ സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവായ സർവ്വലോക സംരക്ഷകനായ സർവാധിപതിയായ പടച്ചറപ്പിനെ അവർ വിസ്മരിക്കുമേ, വെറുക്കുമേ. യുഹിബ്ബൂനൽ മാൽ വയൻസൗനൽ ഹിസാബ്, സമ്പത്ത് അവർ ഇഷ്ടപ്പെടുമേ, സമ്പത്തിനെ പ്രേമിക്കുമേ, സമ്പത്ത് അവരുടെ കയ്യിലേക്ക് വരാൻ വിധേനയും പരിശ്രമിക്കുമേ. അഞ്ചാമത്തെ കാര്യത്തെ അല്ലാഹുവിന്റെ റസൂൽ അടിവരയിട്ട് പറയുകയാ, യുഹിബ്ബൂനൽ മാൽ, സമ്പത്ത് അവർ ഇഷ്ടപ്പെടുമേ, വയൻസൗനൽ ഹിസാബ്. എന്നാൽ നാളെ മഹ്ശറ വൻസഭയിൽ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ കൊണ്ടുവന്ന് തലയ്ക്ക് മീതെ നിർത്തപ്പെട്ടുകൊണ്ട് അവർക്ക് കിട്ടിയതായ സമ്പത്തിനെ കുറിച്ച്, അതിന്റെ സ്രോതസ്സിനെ കുറിച്ച് ചോദിക്കുമെന്നുള്ള വിചാരണയുടെ ഘട്ടത്തെ അവർ മറക്കുമേ. സമ്പത്ത് ഒരു മനുഷ്യന് കുറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ വിഷമിക്കേണ്ടതില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ കഴുത്തിലണിയാൻ, നിങ്ങളുടെ കാതിലണിയാൻ, നിങ്ങളുടെ കയ്യിലണിയാൻ, നിങ്ങളുടെ കാലിലണിയാൻ ആഭരണങ്ങൾ കുറവായതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വസഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ, സമ്പത്ത് കുറയുന്നതായ ആളുകൾ, സമ്പത്തുള്ളതായ ആളുകൾ അവരെ നാളെ പാരത്രിക ലോകത്ത് തടഞ്ഞു വെക്കുമത്രേ. സമ്പത്ത് കൂടിയ ആളുകളെ ബ്ലോക്ക് ചെയ്യും, അവർക്ക് അങ്ങോട്ട് പെട്ടെന്ന് കടക്കാൻ പറ്റൂല. ഈ ചെറുപ്പക്കാരായ ആളുകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ അടിച്ചു മാറ്റി കുറെ സമ്പത്ത് കൊണ്ടുവന്നു. ഗൾഫിലോട്ടൊക്കെ 10ാം ക്ലാസ് തോറ്റവനൊക്കെ അങ്ങോട്ട് കയറിയിട്ട് അവിടുന്ന് ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 20 ലക്ഷം രൂപ, 30 ലക്ഷം. ഇത് ഇവിടുന്ന് 10ാം ക്ലാസ്സിൽ തോറ്റവന് ഗൾഫിൽ ഇതിന് മാത്രം വലിയ ജോലിയോ? കൊള്ളാലോ. പോയിട്ട് അവിടെ നിന്ന് അറബിയുടെ കക്കല, എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ മലയാളത്തിൽ പറഞ്ഞിട്ട് പോയി, അസ്സലാമു അലൈക്കും ഒരു 50,000 റിയാൽ എടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ പൊരുത്തപ്പെട്ടേക്കും മലയാളത്തിൽ. ഇതാണ് പരിപാടി. അല്ലാതെ ഈ അടിച്ചു മാറ്റുന്ന സമ്പത്തിനെ കുറിച്ചൊക്കെ ഭയങ്കര വിചാരണയായിരിക്കും. ശ്രദ്ധിക്കണം നിങ്ങൾ. ഹാവിയ എന്ന് പറയുന്ന നരകം അവർക്കുണ്ടാകുക. ഹാവിയ ഇതിലൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. അതൊക്കെ നരകത്തെ കുറിച്ച് പറയുമ്പോൾ പറയണം. ഹാവിയ എന്ന് പറയുന്ന നരകമാണ്. അടിച്ചു മാറ്റുമ്പോൾ വളരെ ശ്രദ്ധിക്കും. മനുഷ്യൻ 5 കാര്യങ്ങൾ ചോദിക്കാതെ ആഖിറത്തിൽ അനങ്ങാൻ പറ്റൂല. മഹ്ശറയിലേക്ക് 5 കാര്യങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് സമ്പത്ത് എന്തിനാ മക്കൾ കൊടുക്കുന്നത്? സമ്പത്ത് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വസഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ, സമ്പത്തുള്ളതായ ആളുകളെ വിചാരണയ്ക്ക് വേണ്ടി തടഞ്ഞു വെക്കുമേ. ആദ്യം വിചാരണ നടക്കുക പാവപ്പെട്ടവരുടേതായിരിക്കും, സമ്പത്ത് കുറഞ്ഞവരുടേതായിരിക്കും. വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്, എന്റെ പ്രിയപ്പെട്ട കുണ്ടറയിലുള്ള നിവാസികളെ, തൃപ്പരിയത്തിലുള്ള പാവപ്പെട്ട ഉപ്പമാരെ, സമ്പത്ത് കുറഞ്ഞതായ ചെറുപ്പക്കാരെ, സന്തോഷിക്കണേ. വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്, സമ്പത്ത് കുറയുക എന്നുള്ളത് അവന് നാളെ മഹ്ശറ വൻസഭയിൽ വിചാരണ കുറയാൻ അത് നിമിത്തമാണ്, കാരണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പണമുള്ള ആളുകൾ അവിടെ നിൽക്കും, എന്നിട്ട് പാവപ്പെട്ടവരുടെ വിചാരണ കഴിഞ്ഞിട്ടേ മോൻ പോവുള്ളൂ. അവിടെ നിൽക്കാന്ന് പറയും. മനസ്സിലായില്ല? എത്ര നാളെ നിൽക്കേണ്ടത്? അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇവിടുത്തെ എത്രയാ? സുബ്ഹാനല്ലാഹ്, അതൊക്കെ പറയുമ്പോൾ നീണ്ടുപോകും. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 50,000 വർഷമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവിലെ 50,000 വർഷം അത്രേ ഉള്ളൂ. ആഖിറത്തിലെ ഒരു ദിവസം അത്രേ ഉള്ളൂ. വളരെ ലൈറ്റ്. 50,000 വർഷമേ. ഇവിടെ എത്ര നാളെ ഇപ്പൊ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്? 20 കൊല്ലം 30 കൊല്ലം ആയിട്ടുള്ളൂ. 50,000 വർഷം ഒന്ന് ചിന്തിച്ചു നോക്കും. 50,000 വർഷം നമ്മളോട്
50,000 വർഷം അവിടുത്തെ ഒരു ദിവസം, മഹ്ശറിൽ ഒരു ദിവസം. ഇത് സ്വർഗത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നരകത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അവിടെ ചിന്തിക്കേണ്ടത്. മഹ്ശറയുടെ വിചാരണ ഘട്ടത്തിൽ നിൽക്കുക, ഇപ്പൊ തീരുമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. എത്ര നാൾ നിൽക്കേണ്ടി വരും ഈ പണക്കാരായ ആളുകൾ? ആഖിറത്തിലെ അര ദിവസം അവരെ ബ്ലോക്ക് ചെയ്യപ്പെടും. അര ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാ? എവിടുത്തെ 25,000 വർഷം. അത്രേ ഉള്ളൂ. സമ്പത്ത് ഒരുപാട് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കും. അവസാനം മഹ്ശറയിൽ എത്തുമ്പോഴത്തേക്കും വിചാരണ കൊണ്ട് അവിടെ നിൽക്കേണ്ടി വരും. എവിടെ നിൽക്കുക? കത്തി ജ്വലിക്കുന്ന സൂര്യൻ ഇങ്ങനെ തലയ്ക്കുമേതെ ഇങ്ങനെ നിൽക്കുക. മനുഷ്യൻ ചെയ്തതായ നന്മ തിന്മകളുടെ തോതനുസരിച്ചുകൊണ്ട് സൂര്യനെ അവന്റെ തലയ്ക്ക് മീതെ നിർത്തപ്പെടുമേ. തലയ്ക്ക് മീതെ കൊണ്ടുവന്ന മനുഷ്യൻ ചെയ്ത നന്മ തിന്മകളുടെ തോതനുസരിച്ച് സൂര്യനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുക. അങ്ങനെ ചുട്ടുപഴുത്തി നിൽക്കുന്ന സമയത്താണ് എത്ര നാൾ നിൽക്കേണ്ടത്? 25,000 വർഷം ദുനിയാവിൽ. എത്ര നാൾ നിന്നാ മതി?